നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാര്യവട്ടം ക്യാമ്പസിലെ അസ്ഥികൂടം കണ്ടെത്തിയതിനു പിന്നാലെ സംഭവത്തിൽ കൂടുതൽ ദുരൂഹതകൾ ഉയരുകയാണ്. ഇരുനില കെട്ടിടത്തിന്റെ വലിപ്പമുള്ളതാണ് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന് സമീപം അജ്ഞാതന്റെ അസ്ഥികൂടം കണ്ടെത്തിയ കോൺക്രീറ്റ് വാട്ടർ ടാങ്ക്. സിനിമകളിലെ പ്രേതമന്ദിരങ്ങളെ അനുസ്മരിക്കും വിധം ഇടിഞ്ഞു പൊളിഞ്ഞ നിലയിലാണത്. 15 അടി ആഴമുള്ള ടാങ്ക് വിള്ളൽ വീണ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ്. 10 വർഷം മുൻപ് ഇത് പൊളിച്ച് വാട്ടർ അതോറിറ്റി ഓഫീസ് സ്ഥാപിക്കാൻ നീക്കം നടന്നെങ്കിലും സർവകലാശാല സ്ഥലം വിട്ടുകൊടുത്തില്ല. ടാങ്കിന് മുകളിൽ കയറാൻ പടിക്കെട്ടുണ്ട്. അവിടെ നിന്നും മുകളിലത്തെ ദ്വാരത്തിലൂടെ ഏണി ഇറക്കിയാണ് പോലീസ്, ഫോറൻസിക്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉള്ളിലിറങ്ങിയത്. ഇരുട്ട് നിറഞ്ഞ ടാങ്കിൽ ശുദ്ധവായു കുറവായിരുന്നു. ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ദ്വാരത്തിൽ ലോഹ ഏണി തൂക്കിയിറക്കിയ നിലയിൽ കണ്ടെത്തി. ഹോളിന് പുറത്ത് ടാങ്കിന് മുകളിൽ 3 പൈപ്പുകൾ വരിഞ്ഞു കെട്ടിയതിൽ മൃതദേഹത്തിന്റെ ചില ഭാഗങ്ങൾ തൂങ്ങിയ നിലയിൽ ഉണ്ടായിരുന്നു. മുകളിൽ നിന്നും ലൈറ്റ് തെളിച്ചാണ് ടാങ്കിൽ ചിതറിക്കിടന്ന അസ്ഥിഭാഗങ്ങളും മറ്റു തെളിവുകളും ശേഖരിച്ചത്. നടപടി പൂർത്തിയാക്കാൻ മണിക്കൂറുകളെടുത്തു. ചുറ്റുമതിലും സെക്യൂരിറ്റി ജീവനക്കാരുടെ കാവലുള്ള ഈ ഭാഗത്തെത്താൻ എളുപ്പമല്ല. ടാങ്കിന് മുകളിൽ കോണി വഴി താഴെ ഇറങ്ങാവുന്ന മാൻഹോൾ ഉണ്ടെന്നും അറിയാവുന്നവർക്കേ ഇതിനുള്ളിൽ കടക്കാൻ പറ്റൂ. 2 കൊല്ലം മുൻപാണ് ഈ കെട്ടിടത്തിന് മുൻപിൽ മതിൽ കെട്ടിയത്. ഇപ്പോൾ ക്യാമ്പസിനുള്ളിലൂടെ മാത്രമേ കടക്കാൻ കഴിയൂ. വിദ്യാർത്ഥികൾ വല്ലപ്പോഴും വരുന്നതൊഴിച്ചാൽ ആരും എത്തി നോക്കാത്ത ഒരു പ്രദേശമാണിത്. സർവകലാശാല ക്യാമ്പസിലേക്ക് വെള്ളം എത്തിക്കാൻ 1980കളിൽ സ്ഥാപിച്ചതാണ് വാട്ടർ ടാങ്കും ഒപ്പമുള്ള പമ്പ് ഹൗസും. നഗരപരിധി ഉള്ളൂർ വരെ മാത്രമായിരുന്ന സമയത്താണ് അരുവിക്കരയിൽ നിന്നും പള്ളിപ്പുറം CRPF ക്യാമ്പിലേക്ക് വെള്ളം എത്തിക്കാൻ പൈപ്പിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് ക്യാമ്പസിൽ വെള്ളമെത്തിക്കാൻ ടാങ്ക് സ്ഥാപിച്ചത്. ഇവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് കോട്ടേഴ്സുകളിലേക്കും സർവകലാശാല പഠന വിഭാഗങ്ങളിലേക്കും നൽകിയിരുന്നത്. തുടർന്ന് ഓവർ ഹൈഡ് ടാങ്കുകൾ വന്നതോടെ ഇത് ഉപേക്ഷിച്ചു. 2 പതിറ്റാണ്ടിലേറെയായി ടാങ്ക് കാടുമൂടി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. 2018 ജല അതോറിറ്റി ഇവിടെ പുതിയ ഓഫീസ് പണിയാൻ ആരംഭിച്ചു. 30 സെന്റോളം സ്ഥലമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് തങ്ങളുടെ സ്ഥലമാണെന്ന് ചൂണ്ടിക്കാട്ടി സർവകലാശാല രംഗത്തെത്തിയിരുന്നു. ജല അതോറിറ്റിക്ക് പമ്പ് ഹൗസ് കെട്ടാൻ മാത്രമാണ് അനുവാദം നൽകിയെന്നും ഉടമസ്ഥാവകാശം തങ്ങൾക്കാണെന്നും സർവകലാശാല തെളിയിച്ചു. ഇതോടെ ജല അതോറിറ്റിക്ക് പണി ഉപേക്ഷിക്കേണ്ടി വന്നു. വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലാണെന്നും മേൽത്തട്ട് ബലക്ഷയം വന്ന് ഇടിഞ്ഞു വീഴാവുന്ന നിലയിലാണെന്നും അഗ്നിരക്ഷാസേന പരിശോധനയിൽ കണ്ടെത്തി. അതേസമയം 40 വർഷത്തിലേറെ പഴക്കമുള്ളതും അപകടാവസ്ഥയിലുള്ളതുമായ ടാങ്ക് പൊളിച്ചു മാറ്റണമെന്ന് കഴക്കൂട്ടം അഗ്നിരക്ഷാസേന ജല അതോറിറ്റിയോട് ആവശ്യപ്പെടാനിരിക്കുകയാണ്. കൂടുതൽ ദുരൂഹത ഉണർത്തുന്ന ഈ ഒരു സംഭവത്തിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും ആരാണ് ആ അസ്ഥികൂടത്തിന് പിന്നിലുള്ള ആളെ സംശയിക്കുന്ന രീതിയിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് കിട്ടിയ ലൈസൻസ് ഒക്കെ വലിയ തെളിവുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആ ലൈസൻസിൻ്റെ ഉറവിടം തേടി പോലീസ് അന്വേഷണം നീങ്ങുകയാണ്. എന്തായാലും ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന യുവാവിൻ്റെ അച്ഛൻ ഉടനെ തന്നെ ഇവിടെ തലസ്ഥാനത്ത് എത്താനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം DNA ഉൾപ്പെടെയുള്ള അന്വേഷണത്തിലൂടെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.